വെൽക്കം ടു ലീവ് ഫോർ ട്രാവലിംഗ്. അങ്ങനെ ഞങ്ങൾ കെയ്റോയിലെത്തി റൂം ചെക്ക് ഇൻ ചെയ്യുവാണ്. ഇവിടെ കറക്റ്റ് ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൻ്റെ, അതായത് ജം മ്യൂസിയത്തിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഹോട്ടൽ. റൂം കുറച്ച് കൺജസ്റ്റഡ് ആണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ എന്നെ ഇവിടെ ഏറ്റവും അട്രാക്റ്റ് ചെയ്ത് ഇവിടെ നിന്നുള്ള വ്യൂ ആണ്. വിൻഡോ ഓപ്പൺ ചെയ്യുമ്പം നേരെ നമുക്ക് പിരമിഡ്സ് കാണാം. പിന്നെ ഇവിടെ വാഷ്റൂംസൊക്കെ ആണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ മോറോവർ ഇതൊരു ബഡ്ജറ്റഡ് ഹോട്ടലാണ്. അപ്പോൾ നമ്മൾക്ക് സ്റ്റേയും നല്ല കംഫർട്ടബിളും ആണ്. സോ ഇതാണ് ഞങ്ങളുടെ താമസിക്കുന്ന 3 ദിവസം ഞങ്ങൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളൊന്ന് ഫ്രഷായിട്ട് ഫസ്റ്റ് തന്നെ ഈജിപ്ഷ്യൻ മ്യൂസിയം കവർ ചെയ്യാൻ വന്നിരിക്കുകയാണ്. കെയ്റോയിൽ ഞങ്ങൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്യുന്ന മ്യൂസിയമാണ്. ഇവിടെ 2-3 മ്യൂസിയം ഉണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടിക്കറ്റ്സ് എടുക്കുവാണ്. ഇവിടെയും കാർഡ് ഉള്ളി അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ കാർഡ് ക്യാരി ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഇതിവിടെ റേറ്റ്സ് ചാർട്ട് നമുക്ക് വിസിറ്റർ റേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ അകത്തേക്ക് എൻട്രി ചെയ്യും. ഇവിടെ ഇപ്പോൾ ഇവരൊരു 2 മമ്മീസ് എന്തോ കീപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയണം. ഞാനൊന്ന് അകത്തോട്ട് കയറി നോക്കട്ടെ. പിന്നെ നോർമലി എനിക്ക് മ്യൂസിയമൊക്കെ വിസിറ്റ് ചെയ്യണ കുറച്ച് ബോറുള്ള പരിപാടിയാണ്. കാരണം ഞാൻ ഹിസ്റ്ററിയിൽ വലിയ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. പക്ഷെ എന്നാലും ഈജിപ്റ്റ് പോലെ ഒരു സ്ഥലത്ത് ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസിൽ വന്നിട്ട് അവിടുത്തെ മ്യൂസിയം ഒന്നും നമുക്ക് കവർ ചെയ്യാതിരിക്കാൻ പറ്റില്ല, മിസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാ മ്യൂസിയവും കവർ ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം. അപ്പോൾ ഫസ്റ്റ് ഇവിടെ വന്നു, എന്നിട്ട് ഇവിടെ നിന്ന് നമ്മളെല്ലാം കണ്ടിട്ട് ഞങ്ങളിവിടെ ഒരു 1 hour സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകും. ഈ മ്യൂസിയത്തിൽ ഏറെക്കുറെ ഞാൻ കണ്ട കാര്യങ്ങൾ കോഫിൻസാണ്. കുറേ വെറൈറ്റി പണ്ടത്തെ കോഫിൻസ് എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു ഓൾഡ് ആർക്കിയോളജിക്കൽ മ്യൂസിയമാണ്. ഇവിടെ ഒരു 5000 years മുമ്പുള്ള എക്സ്റ്റെൻസീവ് കളക്ഷൻ ഓഫ് ഈജിപ്തിൻ്റെ അതുണ്ടാണെന്നാണ് പറയുന്നത്. പിന്നെ തൂത്തൻഖാമൻസിൻ്റെ ട്രഷേഴ്സ് ഇൻക്ലൂഡിങ് ഇതിനകത്തുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഇവിടുന്ന് കുറേ സാധനങ്ങൾ ഇവർ പുതിയ മ്യൂസിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയം. ഞാൻ അതും ജം മ്യൂസിയം എന്നാണ് പറയുന്നത്, അതും ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പുതിയ മ്യൂസിയം. അതൊരു ശരിക്കും ഫ്യൂച്ചർ ഓഫ് മ്യൂസിയമാണ്. അത് ഭയങ്കര ഹ്യൂജാണ്. അപ്പോൾ അവിടെയാണ് കുറേ കാര്യങ്ങൾ അവർ മാറ്റിയിരിക്കുന്നത്. അവിടെ കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ രാജാക്കന്മാർ ഈജിപ്തിൽ അവർ യൂസ് ചെയ്തിരുന്ന കട്ടിലും ചെയറും ഒക്കെയാണ്. അടുത്തത് കോഫിൻസ് ആൻഡ് മമ്മീസ് ഓഫ് യുവ ആൻഡ് തുവ. ധൈര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് കാണാനിരുന്നാൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയോ. പിന്നെ കണ്ടിട്ട് റിയൽ മമ്മീസ് കണ്ടിട്ട് പേടിച്ചു എന്ന് മാത്രം എൻ്റെ അടുത്ത് പറഞ്ഞേക്കരുത്. ഇതാണ് റിയൽ മമ്മീസ്.
അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ജെം മ്യൂസിയം, ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയം, ന്യൂ മ്യൂസിയമാണ്. അത് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ആ മ്യൂസിയത്തിൻ്റെ ഇതാണ് കാണാൻ പോകുന്നത്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് ഒക്കെ നല്ലൊരു മോഡേൺ ഔട്ട്ലുക്കിൽ ചെയ്തിരിക്കുന്നതാണ്. ബാക്കിയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു പഴയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇത് പുതിയ ബിൽഡിംഗ് ആണ്. ഇതൊരു ഫ്യൂച്ചർ മ്യൂസിയമാണ്. ഇവിടുത്തെ ടിക്കറ്റ് എൻട്രി നമ്മൾ എടുത്തിട്ട് അകത്തേക്ക് പോകണം. ഇവിടെ ശരിക്കും നടക്കാനൊക്കെ ഉണ്ട്. ഒരു 3 hours നിങ്ങൾക്ക് ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാനുണ്ടാവും. അപ്പോൾ നമുക്കതൊന്ന് ചുറ്റിക്കറങ്ങി കാണാം. ഓക്കെ. ശരിക്കും ഈ മ്യൂസിയത്തിനകത്ത് കയറുമ്പോൾ ഒരു പ്രത്യേക ആംബിയൻസ് ആണ്. അവരുടെ ഒരു മ്യൂസിക്കും ഒരു ഈജിപ്ഷ്യൻ ഇതിൻ്റെ ഒരു വൈബും കാര്യങ്ങളുമൊക്കെ ഒരുപാട് ടൂറിസ്റ്റ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരുപാട് കാണാനുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് സ്ക്രീൻ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചൊന്നൊരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരു മ്യൂസിയം കാണാനാണെങ്കിൽ ഇതായിരിക്കും ഒരു ബെറ്റർ ചോയ്സ്. നിങ്ങളിപ്പോൾ ഏതൊരു മ്യൂസിയം വേറെ സ്കിപ്പ് ചെയ്താൽ പോലും ഈ ഒരു മ്യൂസിയം കവർ ചെയ്യേണ്ട മസ്റ്റാണ്. അങ്ങനെ ഞാൻ മേലേക്ക് കയറി വന്നപ്പോഴാണ് ഈ ഒരു സർപ്രൈസ് ഒരു വ്യൂ, പിരമിഡ് വ്യൂ എൻ്റെ ക്യാമറയിൽ ക്യാപ്ചേർഡ് ആയത്. അങ്ങനെ ഒരു 2-3 hours കൊണ്ട് ഞങ്ങൾ ജെം മ്യൂസിയം കവർ ചെയ്തു. നടന്നൊക്കെ കാലൊരു പരുവായി. എന്തായാലും ഇനി റൂമിൽ പോയി റെസ്റ്റ് ചെയ്യണം. ഈവനിങ് ഒരു സർപ്രൈസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈവനിങ് കാണാം. അങ്ങനെ ഞങ്ങളുടെ ഈജിപ്റ്റ് ട്രിപ്പിൽ ഒരു വണ്ടർഫുൾ ഈവനിങ്ങിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഒരു ക്രൂയിസ് ഈവനിങ് ആണ്. അതും ഗ്രേറ്റസ്റ്റ് റിവർ നൈൽ. അതിലൊരു ക്രൂയിസ് ഡിന്നറാണ് ഞങ്ങൾ ഈവനിങ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ക്രൂയിസിൻ്റെ അകത്തേക്ക് എൻട്രി ചെയ്തു. ഭയങ്കര അടിപൊളിയാട്ടോ. അപ്പോൾ ഈജിപ്തിൽ വന്നിട്ടൊരു ക്രൂയിസ് ജേർണി അതെനിക്ക് ആദ്യം ഒരു പ്ലാനിലൊന്നും ഉണ്ടായിരുന്നതല്ല. പക്ഷേ ഞങ്ങൾ പെട്ടെന്നൊരു സഡൻ പ്ലാനിൽ അങ്ങനെ ചെയ്തതാണ്, ബുക്ക് ചെയ്തതാണ്. സോ ഇവിടെ എല്ലാം അവർ റെഡി ആവുന്നേ ഉള്ളൂ. ഈവനിങ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സൊക്കെ, ഈവനിങ് ഫുഡും ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടെ നിന്നുള്ള വിൻഡോ വ്യൂ. അപ്പോൾ നമ്മൾ ഈ ചെയറിലിരുന്ന് നൈൽ റിവറൊക്കെ കണ്ടാണ് ഡിന്നർ കഴിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ആ ടൈമുണ്ട് കുറച്ച് നേരം, അപ്പം നിങ്ങളെ ഒന്ന് ചുറ്റി കാണിക്കാം. ക്രൂയിസൊക്കെ വലിയ ക്രൂയിസ് അല്ല, പക്ഷേ എന്നാലും അത്യാവശ്യം ഉണ്ട്. അപ്പം ഞാൻ മേളത്തെ ഫ്ലോറിലേക്ക് പോവുകയാണ്. അവിടെ ഒരു റൂഫ് ടോപ്പ് ഉണ്ടെന്ന് അവർ പറഞ്ഞു. കുറച്ച് ഓപ്പൺ എയർ ആയിട്ട് ഇരുന്ന് നമുക്കിപ്പോൾ സ്മോക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ കുറച്ച് ബെറ്റർ റൂഫ് ടോപ്പിൽ ഇരിക്കുന്നതായിരിക്കും, കുറച്ച് വ്യൂസ് നല്ലതായിരിക്കും. സോ അങ്ങനെ ഞാൻ റൂഫ് ടോപ്പ് നോക്കി പോവുകയാണ് ഞങ്ങൾ. അപ്പോൾ ഇനിയൊരു ഫ്ലോർ കൂടെ കയറണം എന്ന് പറഞ്ഞു. ഇന്ന് ഈവനിങ് നമ്മൾ നൈൽ ക്രൂയിസ് ഡിന്നറാണ്. അപ്പോൾ ഈവനിങ് ആയപ്പോൾ ഒരു നൈൽ ക്രൂയിസ് ഡിന്നർ അറേഞ്ച് ചെയ്തു. നൈൽ റിവറിൻ്റെ കൂടെ ഇങ്ങനെ ക്രൂയിസിലിരുന്നിട്ട് ഒരു ബൊഫേ ഡിന്നറൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യാണ് ഇന്നത്തെ ഈവനിങ്.
അങ്ങനെ ഇവിടെ ഒരു ഹുക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊന്നും പിന്നെ നമ്മുടെ ഏരിയ അല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് കിടക്കുന്നില്ല. ഞാൻ ജസ്റ്റ് റൂഫ് ടോപ്പിൽ വന്ന് ഈ റിവർ നൈലിൻ്റെ ഒരു വ്യൂ ഒക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഒരു സൈഡിലത് സിറ്റിയാണ്. ഇപ്പോൾ ഇവർ മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഒരു ഈവനിങ് 6:30 ഒക്കെ എന്തോ ആണ് എൻ്റെ ടൈമിങ്സ്. ഞങ്ങളൊരു 5:30 ആയപ്പോൾ ഇവിടെ എത്തി. അപ്പോൾ ഇപ്പോഴേ ഇവിടെ കയറി എന്ന് വായി നോക്കി നിൽക്കാമെന്ന് വിചാരിച്ചു. ലൈഫിലൊരു ഭാഗ്യമാണത് ഈ ഒരു റിവർ നൈൽ, അതും ലോങ്ങസ്റ്റ് റിവർ ഇൻ ദ വേൾഡ് എന്നാകുമ്പോഴത്തേക്കും അതൊരു ലൈഫിൽ എനിക്കൊരു ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഈവനിങ്. അപ്പോൾ ഞാനൊന്ന് എക്സ്പ്ലോർ ചെയ്യുകയാണ് ഇവിടെയൊക്കെ ഒന്ന് കുറച്ച്. അങ്ങനെ വീഡിയോ എടുത്തെടുത്ത് എൻ്റെ ഫോൺ എങ്ങാനും റിവർ നൈലിൽ പോയി ഫേമസ് ആവണ്ട. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു വ്യൂ. ടോട്ടൽ ഒരു 1.5 hour 2 hour ആണ് നൈൽ ഡിന്നർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലക്കി ഈവനിങ് എന്ന് പറയാം. ഇങ്ങനെ നൈൽ റിവറിൽ കൂടെ ക്രൂയിസിൽ പോവുക, അതിലിരുന്നൊരു ഡിന്നർ കഴിക്കുക, ബൊഫെ ഡിന്നർ കഴിക്കുക. പിന്നെ ഇവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ താഴെ കാണുകയാണ്. അപ്പോൾ ഞങ്ങൾ മുകളിൽ ഡെക്കിൽ വന്നിട്ട് ആദ്യം ഒന്ന് എല്ലാം കണ്ടിട്ട് നമ്മൾ ഡിന്നർ കഴിച്ചിട്ട് നമ്മൾ പോകും. അങ്ങനെ ക്രൂയിസിൽ ഒരു ഹെവി ഡിന്നറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകാനുള്ള ടൈമായി. അപ്പോൾ കെയ്റോ 1 ആദ്യത്തെ ദിവസത്തെ നമ്മുടെ കറങ്ങൽ ഇന്നിവിടെ അവസാനിക്കുകയാണ്. നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഫസ്റ്റ് ഡേ. അങ്ങനെ കെയ്റോയിലെ സെക്കൻഡ് ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നല്ലൊരു ബ്യൂട്ടിഫുൾ ബസ്സൊക്കെ കണ്ട് ഈജിപ്തിൻ്റെ. ഞങ്ങൾ ആദ്യം വന്നത് സക്കാറ ആർക്കോളജിക്കൽ സൈറ്റാണ്, പിരമിഡ്സ് ടൂറാണ് എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടിക്കറ്റ് എടുക്കുകയാണ്. ഇവനാണ് ഞങ്ങളുടെ സഹായി ഈ ട്രിപ്പിൻ്റെ. ഗുഡ് മോർണിംഗ്. സോ ലീവ് ഫോർ ട്രാവലിങ്ങിൽ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് പിരമിഡ് ടൂറാണ്. അപ്പം ഞങ്ങൾ ഇന്നത്തെ ഡേ മോർണിംഗ് തന്നെ പിരമിഡ് ടൂറിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ വന്നത് സക്കാര ഏരിയയിലാണ്. ഇവിടെ ഉള്ളത് സ്റ്റെപ്പ് പിരമിഡാണ്. അതൊന്ന് ബാക്കിൽ നിങ്ങൾക്ക് കാണാമെന്നറിയില്ല. സ്റ്റെപ്പായിട്ട് ഞാനത് നിയറിൽ പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നെക്സ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻഡ് പിരമിഡാണ്. പിന്നെ നമ്മൾ ലാസ്റ്റ് ഗിസ സ്ട്രൈറ്റ് പിരമിഡിൽ പോകും. അപ്പോൾ ഇങ്ങനെ പിരമിഡ്സിൽ തന്നെ ഒരു 3 ടൈപ്സ് ഇവിടെ ഉണ്ട്. ഇത് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഇത് സ്റ്റെപ്പായിട്ടാണ് പിരമിഡ് ഉള്ളത്. ഇത് ഒറിജിനൽ ഡെക്കറേഷൻ ഓഫ് കോബ്ര എന്നാണ് അവർ പറയുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് സക്കാറ ഏരിയയിലാണ്. ഇവിടെ നിന്ന് ദൂരെ നമുക്ക് ഗിസ പിരമിഡിൻ്റെ വ്യൂ കാണാം. ഇത് പിരമിഡ്സിൻ്റെ അകത്തൊക്കെ ഭയങ്കര കൺജസ്റ്റഡ് നാരോ ആണ് കയറാനായിട്ട്. ഞാൻ പറഞ്ഞു ഹസ്ബൻഡിനോട് കയറിയിട്ട് ഞാൻ സ്റ്റക്കായി, എന്നെ വലിച്ച് പുറത്തിട്ടേക്കണേ എന്ന്. നെക്സ്റ്റ് നമ്മൾ ഓപ്പൺ എയർ മ്യൂസിയത്തിലാണ് വന്നിരിക്കുന്നത്. സോ ഇവിടെയാണ് ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്നത്. ടിക്കറ്റ് എടുത്തു.
എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളോട് പറയാനുള്ള ടിക്കറ്റ്സിൻ്റെ കാര്യത്തിൽ. ഓക്കെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഫ്യൂച്ചറിൽ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഫോറെക്സ് കാർഡ് ക്യാരി ചെയ്യുക, അല്ലെങ്കിൽ വിസ, ക്രെഡിറ്റ് കാർഡ്സ് എന്തെങ്കിലും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്യാഷ് മിക്ക മോണ്യുമെൻറ്റ്സിലായാലും എല്ലായിടും ക്യാഷ് എടുക്കത്തില്ല. എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും ഇതേ കാർഡ്സ് ഒള്ളി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്യാഷുമായിട്ട് ഇപ്പോൾ ഈജിപ്ഷ്യൻ പൗണ്ട്സുമായിട്ട് ഇവിടെ വരുവാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരിടം അങ്ങനെ ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസിലൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അവർ കമ്പൽസറി കാർഡ്സേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്യണം. സോ അത് നമ്മൾ വരുമ്പോൾ ക്യാരി ചെയ്യുക. ഞങ്ങളിവിടെ ഫോറെക്സ് കാർഡ്, നിയോ കാർഡൊക്കെയാണ് യൂസ് ചെയ്തത്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അതിലേക്ക് ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു മണി. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും വന്നില്ല. പക്ഷെ അതേസമയം നമ്മൾ അറിഞ്ഞുകൂടാതെ ക്യാഷ് മാത്രമായിട്ട് കാർഡ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. നിങ്ങൾക്ക് ഒരിടം എൻട്രി ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ആരെങ്കിലുമൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ഡോളർ കൊടുത്ത് അല്ലെങ്കിൽ ക്യാഷ് കൊടുത്ത് പിന്നെ ഞങ്ങൾ അവരുടെ കാർഡൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ചടങ്ങാണ്. അത് നടക്കത്തില്ല. ബെറ്റർ നമ്മൾ കാർഡ് ക്യാരി ചെയ്യുക. അത് അവർ പറയുന്നത് ഈ മോണ്യുമെൻറ്റ്സ് എല്ലാം അണ്ടർഗ്രൗണ്ട് എന്നാണ് അവർക്ക് കിട്ടിയത്, ഈ കാണുന്നതെല്ലാം. ഇതാണ് അവരുടെ കോഫിൻ. ഇതിൽ ഇങ്ങനെ എന്തോ മീനിങ് ഫുള്ളായിട്ടുള്ള മാർക്കോ അങ്ങനെ എന്തോ എഴുതും എന്നാണ് പറയുന്നത്. നല്ല ആൾക്കാർ ഹെവനിലേക്ക് പോകും, മോശമായിട്ടുള്ള ആൾക്കാർ ഹെല്ലിലേക്ക് പോകും എന്നാണ് അതിൻ്റെ മീനിങ്. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് രാമീസ് ടൂവിൻ്റെ സ്റ്റാച്യു ആണ്. ഇത് രാമേസിൻ്റെ ഒരു സ്റ്റാച്യു ആണ്. അത് ലെങ്ത്തിലായിട്ട് ഇങ്ങനെ കിടന്ന ഒരു വ്യൂ ആണ്. അതൊരു ടോപ്പ് ആംഗിളിൽ നിന്ന് ഞാൻ നിങ്ങളെ ഷൂട്ട് ചെയ്ത്. അങ്ങനെ ഞങ്ങൾ പോസ്റ്റ് ലഞ്ച് ഗിസ പിരമിഡ് ഏരിയയിലേക്ക് പോവാണ്. ഇവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ എല്ലാം ഒരേ കളറാണ്. ഞാൻ ഫ്ലൈറ്റിൽ നിന്നൊരു ഏരിയൽ വ്യൂ തന്നെ കണ്ടപ്പോൾ എല്ലാം ഒരേ ഒരു ബ്രൗൺ ഷെയ്ഡേ അവർ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇവിടെ അങ്ങനെ റൂളും വല്ലതും ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എല്ലാം ബ്രൗൺ ആണ്. ഒരു കളർഫുൾ ബിൽഡിങ്ങും ഞാൻ ഈജിപ്തിൽ കണ്ടിട്ടില്ല. സോ ഞങ്ങൾ ഗിസ പിരമിഡ് കോംപ്ലക്സിലേക്ക് എത്തി. ഇവിടെ പാർക്കിംഗ് ഒക്കെ കുറച്ച് ടഫാണ്. ഫൈനലി ഞാൻ വൺ ഓഫ് ദ 7 വണ്ടേഴ്സ് ഓഫ് ദ വേൾഡിന്റെ ഫ്രണ്ടിലാണ്, ദ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ. എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു ഇവിടെ വരണം എന്നുള്ളത്. ഡ്രീമിങ്ങിനെ കുറെ നമുക്ക് ഡ്രീം ചെയ്യാമല്ലോ. കാരണം ഞാനിങ്ങനെ 7 വണ്ടേഴ്സിൽ ഇങ്ങനെ ഓരോ വണ്ടേഴ്സിൽ ഇങ്ങനെ വിസിറ്റ് ചെയ്യുന്ന ഡ്രീമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഡ്രീമിന് പിശുക്ക് കാണിക്കണ്ടല്ലോ. അപ്പോൾ അതിൽ ഒരെണ്ണം എന്തായാലും സാധിച്ചു. അപ്പോൾ അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. ശരിക്കും വളരെ എക്സൈറ്റഡ് ആണ്. എങ്ങനെയാണ് പറയണമെന്ന് എനിക്കറിയില്ല. സോ നമ്മളിപ്പോൾ ഗിസ പിരമിഡ് വിസിറ്റ് ചെയ്യാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിരമിഡിൻ്റെ ഇതൊക്കെ. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. ഇവിടെയും കാർഡ് അക്സെപ്റ്റ് ചെയ്യുള്ളൂ, ക്യാഷ് അക്സെപ്റ്റ് ചെയ്യില്ല. ഇവിടെ സെൽഫ് സർവീസ് ആയിട്ട് ടിക്കറ്റ് എടുക്കാം. നമുക്ക് കാർഡിന് സ്വൈപ്പ് ചെയ്തിട്ട് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ്സ് ഒക്കെ എടുത്തു. വളരെ എക്സൈറ്റഡ് ആണ്. ബിക്കോസ് നമ്മുടെ ഹിസ്റ്ററി ബുക്കിൽ നിന്ന് റിയലിലേക്ക് എത്തിയിരിക്കുന്നു. ഇവർ പറയുന്നത് ഈ കൺസ്ട്രക്ഷൻ എല്ലാം ലൈം സ്റ്റോൺ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് പിരമിഡിൻ്റെ. അതും 2000 BC ബിഫോർ. ഇവിടെ എന്താ ക്രൗഡ് പിരമിഡിനാണ്. ഇതൊരുമാതിരി ഇൻസ്റ്റാഗ്രാം വിത്ത് റിയാലിറ്റി ആയി. ബട്ട് ടോപ്പ് നിന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വരുമ്പോൾ ഉള്ളൊരു വ്യൂ പിരമിഡിൻ്റെ ഒരു രക്ഷയില്ല. ഈ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഡോഗ് പിരമിഡിന്റെ മേളിൽ പോയതായിട്ട് കണ്ടിരുന്നു. ഇവിടെ ഒരു ഡോഗ് ഇതാ ക്ലൈംബ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് എവിടം വരെ പോകും എന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ വെറുതെ ഒന്ന് കണ്ടപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്തത്. അത് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. കണ്ടോ. എന്ത് സിമ്പിളായിട്ട് ഇറങ്ങി വരുന്നേ നോക്കി.
ഞാൻ വിചാരിച്ചു ഇത് മേലേക്ക് തന്നെ പോകും. എങ്കിൽ ഒരു വൈറൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യാന്ന് വിചാരിച്ചത്. അതാ താഴേക്ക് ഇറങ്ങി വരുന്നു. ഇതാ ടോട്ടൽ ഇവിടെ 9 പിരമിഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ 9 പിരമിഡ്സും ഒന്ന് കറങ്ങി കാണണം. പക്ഷെ അവർ പറയുന്നത് എല്ലായിടത്തേക്കും അങ്ങനെ വെഹിക്കിളിൽ പോകാൻ പറ്റില്ല. ഇവിടെ ഇങ്ങനെ ഹോഴ്സ് റൈഡിങ് അല്ലെങ്കിൽ ക്യാമൽ റൈഡിങ് അങ്ങനെയൊക്കെ സംഭവമുണ്ട്. നമ്മൾ അതിലേതെങ്കിലും എടുക്കും. ഈ പിരമിഡിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പം എനിക്ക് ഓർമ്മ വരുന്നത് ചൈൽഡ്ഹുഡ് സമയത്ത് ജീൻസ് മൂവിയിൽ ഐശ്വര്യ റോയ് തകർത്ത സോങ്. അത് ഈ ശരിക്കും പറഞ്ഞ ഈ 7 വണ്ടേഴ്സ് കാണാൻ വേണ്ടിയിട്ട് മാത്രം ആ ഒരു സോങ് ഞാനൊരു 50-60 പ്രാവശ്യം ഇങ്ങനെ ചെറുതിലെ കണ്ടിട്ടുണ്ടാകും. ശരിക്കും പറഞ്ഞാൽ അവിടെ നിൽക്കുമ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റ്. നമ്മൾ കുറച്ച് അകത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഏരിയ ഉണ്ട് ക്യാമൽ റൈഡ്സിനായിട്ട്. ക്യാമൽ റൈഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് 6 പിരമിഡ്സും അവർ കൊണ്ടുപോയി കാണിക്കും ഒരുമിച്ച്. അപ്പം നല്ല വ്യൂ ആയിരിക്കും. ഞങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. ഇവിടെ കുറേ ക്യാമൽസ് ഉണ്ട് റൈഡിനായിട്ട്. പക്ഷെ അവർ നല്ല എമൗണ്ടൊക്കെ പറയും ആദ്യം. നല്ലൊരു നെഗോസിയേഷനൊക്കെ നടത്തി നോക്കണം. വലുതായിട്ടൊന്നും അവർ സമ്മതിക്കത്തില്ല. എന്നാലും ഒന്ന് നെഗോസിയേഷൻ ചെയ്യണം നിങ്ങൾ കയറും മുമ്പായിട്ട്. അപ്പോൾ ഞങ്ങൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാ പിരമിഡ്സും നല്ല നിയറായിട്ട് കാണാൻ പറ്റുന്ന ഒരു ചാൻസാണിത്. അങ്ങനെ ഗിസ പിരമിഡൊക്കെ കറങ്ങി ഞങ്ങൾ റൂമിലെത്തിയപ്പോൾ സൺസെറ്റ് ടൈമാണ്. അപ്പോൾ ഞാൻ എൻ്റെ റൂമിലെ വിൻഡോ തുറന്നപ്പോൾ ഉള്ള വ്യൂ കിട്ടിലാണ്. ഒരു രക്ഷയില്ല. ഈ ഒരു വ്യൂ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർത്ത് എന്ന് പറയുന്നത് ഈ റൂം എടുത്തുള്ള ഇതാണ്. ഗുഡ് മോർണിംഗ്. ഇന്ന് കെയ്റോയുടെ നമ്മുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് സിറ്റാഡൽ ഓഫ് സലാദിൻ വിസിറ്റ് ചെയ്യാണ്. അവിടെ ഒരു മോസ്കും ഉണ്ട്, ഒരു കാസിലാണ്. അപ്പോൾ അത് വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു മ്യൂസിയത്തിലേക്ക് പോകും. അവിടെ മമ്മീസൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. അവിടെ പോയിട്ട് മമ്മീസൊക്കെ എത്രത്തോളം നിങ്ങളെ കാണിക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ കാണിക്കുന്നതാണ്. സോ ഈ എപ്പിസോഡ് ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഇതിനകത്ത് ഇന്നത്തെ ദിവസം നമ്മൾ എന്തൊക്കെയാണ് കെയ്റോയിൽ വിസിറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നു എന്നുള്ളത് കാണാം. അതിനുശേഷം ഇന്ന് ഈവനിങ് ഞങ്ങൾ പോകാറൊക്കെ ആയല്ലോ. അപ്പോൾ മാർക്കറ്റിൽ പോകാനുള്ള പ്ലാനാണ്. ഈ കോംപ്ലക്സിൻ്റെ ഉള്ളിൽ ഒരു ഓൾഡ് മോസ്ക് ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ എന്നാണ് അവർ പറഞ്ഞത്. അതിൻ്റെ ലൈറ്റിംഗ് ഒക്കെ കാണാനായിട്ട്. അപ്പോൾ അതിനകത്തേക്ക് കയറുകയാണ് നമ്മൾ മോസ്കിലേക്ക്. അപ്പോൾ ഇവിടെ കവർ ഇടണം ഷൂവിന്. എന്നിട്ട് അകത്തേക്ക് കയറുകയാണ്. ഓ, വളരെ ബ്യൂട്ടിഫുൾ ആട്ടോ. എന്താ ലൈറ്റ് സെറ്റപ്പ് നോക്കി. അതിൻ്റെ ടോപ്പിലേക്കൊക്കെ ഉള്ള ഈജിപ്തിലാണ് ഇത്രയും ബ്യൂട്ടിഫുൾ മോസ്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാൻ ഓരോടും ഇത്രയും ഭംഗിയുള്ള മോസ്ക് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. പക്ഷേ എനിക്ക് ഈജിപ്തിൽ നല്ല ബ്യൂട്ടിഫുൾ, എല്ലാ മോസ്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് തോന്നിയത്. മോസ്കിൽ നിന്ന് ഇറങ്ങിയപ്പം ഈ ഹൈറ്റിൽ നിന്ന് നമുക്ക് ഈ കെയ്റോയുടെ ഒരു ബ്യൂട്ടിഫുൾ പനോരമയ്ക്ക് വ്യൂ കണ്ടു. നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാനായിട്ട്. എനിക്ക് തോന്നുന്നു കെയ്റോ ഫുൾ കാണാമെന്ന് തോന്നുന്നു ഇതിൻ്റെ മേളിൽ നിന്ന്. ഇവിടെ കയറിയപ്പോൾ ഒരു പോലീസ് മ്യൂസിയം കണ്ടു. പണ്ട് ഇവിടുത്തെ പോലീസുകാരുടെ വസ്ത്രങ്ങൾ, അവരെങ്ങനെയാണ് ഡ്രസ്സപ്പ് ചെയ്തിരുന്നത്, അവരുടെ ഷൂസ്, പിന്നെ ഈ ഒരു തോക്ക് കാര്യങ്ങൾ, അവർ യുദ്ധത്തിനായിട്ട് യൂസ് ചെയ്തിരുന്ന കുറേ കാര്യങ്ങളൊക്കെ ഈ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഏരിയയൊക്കെ ഞങ്ങളൊന്ന് ചുറ്റിക്കറങ്ങി കാണുവാണ്. അപ്പോഴിവിടെ സിറ്റാഡൽ പ്രിസൺ എന്ന് പറഞ്ഞിട്ട് പണ്ടത്തെ ജയിൽ, ശിക്ഷയൊക്കെ ഇവിടെയാണ് കൊണ്ടിടുന്ന ജയിലിൽ. ഇവിടെ എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ചെയ്യുമ്പം ഇതിനകത്താണ് പണ്ട് ജയിലിൽ. കണ്ടാൽ തന്നെ പേടിയാവും കേട്ടോ. ലൈക്ക് അത് അവരൊരു ഡമ്മി പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പണ്ടത്തെ സെറ്റപ്പൊക്കെ കണ്ടോ. ഇവിടെ കിടക്കുന്നവരുടെ പേരൊക്കെ ഈ ബോർഡിൽ എഴുതി വയ്ക്കും. അകത്ത് കിടക്കുന്ന കുറ്റവാളികളുടെയൊക്കെ കുറച്ച് ജയിലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു വലിയ കുറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നു കാണില്ല.
ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് ഇറങ്ങുവാണ് ഞങ്ങൾ, പഴയ പ്രിസണൊക്കെ. അങ്ങനെ ഇവിടെ എല്ലാം കണ്ടിറങ്ങിയപ്പം ഒരു സ്കൂൾ പിക്നിക്കിനായിട്ട് കുറച്ച് കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഇവരുടെ പിക്നിക് സ്പോട്ടാണെന്ന് തോന്നുന്നു. കുട്ടികളൊക്കെ അത് ഈജിപ്തിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെയൊക്കെ ഞാൻ കണ്ടു. എല്ലാം എന്താ വരിവരിയായിട്ട് വരുന്നുണ്ട്. സോ അവരുടെ ഒരു പിക്നിക് ഡേ ആണെന്ന് തോന്നുന്നു ഇന്ന് ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കാണൽ എന്നുള്ളത്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒരു പിക്നിക്കാണ്. അങ്ങനെ നെക്സ്റ്റ് നമ്മൾ കവർ ചെയ്യാൻ വന്നത് നാഷണൽ മ്യൂസിയം ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. അവിടുത്തെ ടിക്കറ്റ്സ് എടുത്തു. 500 ആണ് നമുക്ക്, 500 ഈജിപ്ഷ്യൻ പൗണ്ട്. പക്ഷെ ഇവിടെ ഞാൻ എക്സൈറ്റഡ് ആയിട്ട് വരാനിരുന്ന കാരണം എന്ന് വെച്ചാൽ ഇവിടെ ലൈവായിട്ട് ഒരു മമ്മീസ് വെച്ച് കീപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അറൗണ്ട് 20-33 സംതിങ് അങ്ങനെ കൗണ്ട് പറഞ്ഞു. എനിക്ക് അതൊന്ന് കാണണം. അത് കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് എനിക്ക് അത് കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ മ്യൂസിയം ഒക്കെ വിസിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെയാണ് ശരിക്കും റിയൽ മമ്മീസ് അവർ കീപ്പ് ചെയ്ത്. എൻട്രി ചെയ്യുമ്പോൾ 2 ഫ്ലോറാണ് ഉള്ളത്. ഒന്ന് ഗ്രൗണ്ടും ഒന്ന് ഫസ്റ്റ് ഫ്ലോറും. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് നിൽക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലാണ് അവർ മമ്മീസ് ഒക്കെ കീപ്പ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിലോട്ട്. ഈ റോയൽ മമ്മീസൊക്കെ ഒരു ഡാർക്ക് റൂമിലാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ വീഡിയോ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. അങ്ങനെ ഞങ്ങൾ മമ്മീസ് കാണാനായിട്ട് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തി. അപ്പോൾ അവിടെ അവർ ടിക്കറ്റ് ഒന്ന് ചെക്ക് ചെയ്യും. അവിടെയാണ് റിയൽ മമ്മീസ് 22 മമ്മീസ് ഉണ്ടെന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ക്യാമറ അലൗഡ് അല്ല. നല്ല ഫൈനാണ്. ഇവിടുത്തെ ഫൈൻ ഞാൻ നാട്ടിലെ വീട് വെക്കേണ്ടി വരും അടിച്ചു കഴിഞ്ഞാൽ. ഞാൻ ക്യാമറ ഒന്നും എടുക്കുന്നില്ല. ഞാൻ റോയൽ മമ്മീസ് കാണാനായിട്ട് പോവാണ്. പിന്നെ മമ്മീസ് എല്ലാം കണ്ടിറങ്ങിയപ്പം ഇവിടെ കുറേ ഒരു ഏരിയയിൽ ഒറിജിനൽ സ്കെൽട്ടൻസ്, ഹ്യൂമൻ സ്കെൽട്ടൻസ്, പിന്നെ കുറേ അനിമൽസ്, ആ സമയത്തുള്ള അനിമൽസിൻ്റെ കുറേ സ്കെൽട്ടൻസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ എക്സിബിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പണ്ട് അവർ യൂസ് ചെയ്തിരുന്ന നമ്മളിപ്പോഴത്തെ യൂട്ടൻസിൽസ് ഒക്കെ ഇല്ല, അതുപോലെ പണ്ട് അവർ യൂസ് ചെയ്തിരുന്ന പാചകത്തിനൊക്കെ വെച്ചിരുന്ന കാര്യങ്ങളും, പിന്നെ പണ്ടത്തെ സ്റ്റോൺസ്, അങ്ങനെയുള്ള എന്താ പറയുക, പണ്ടത്തെ ഒരുപാട് പുരാതന കാര്യങ്ങളൊക്കെ ഉള്ള സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിറങ്ങുവാണ്. കുറേ ഉണ്ട്, പക്ഷേ ഞാൻ കുറേയൊക്കെ നിങ്ങൾ ഷൂട്ട് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അത് നിങ്ങൾക്ക് ഒരു കാണുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു ലെങ്തി ആയിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന ഒരു എക്സ്പീരിയൻസ് പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നത്തെ പരിപാടിയൊക്കെ ഞങ്ങൾ അവസാനിച്ച് പിന്നെ റൂമിലേക്ക് പോയി റെസ്റ്റ് എടുക്കും. അങ്ങനെ ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ ഖാനെ ഖലീൽ മാർക്കറ്റിലെത്തി. ആദ്യം നല്ല വിശപ്പായതുകൊണ്ട് കുറച്ച് തട്ടി ഇട്ടു ഫുഡൊക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ. ഇവിടെ ഭയങ്കര ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. നന്നായിട്ട് നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ ഉള്ളവർക്ക് ബെസ്റ്റ് പ്ലേസാണ്. മോർ ഓവർ ഇതൊരു ഇൻസ്റ്റാഗ്രാം സ്പോട്ടും കൂടെയാണ്. ഞാൻ ഇൻസ്റ്റയിൽ ഈ ഒരു ഏരിയ കണ്ടിട്ടാണ് ഇവിടെ വന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ത്രില്ലിലായിരുന്നത്. ആ ലൈറ്റ്സിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ ഒരുപാട് ഇൻസ്റ്റാ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു എന്നെ ഇവിടെ എത്തിച്ചത്. അത് കഴിഞ്ഞ് നമ്മളിവിടുന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നു. സോവറിങ്സ് അങ്ങനെയൊക്കെ നാട്ടിലേക്ക് കൊണ്ടുപോകാനും ഞങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഉള്ള ഐറ്റംസൊക്കെ ഞങ്ങൾ നോക്കുവാണ്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിയാറായി. ഞങ്ങളുടെ കെയ്റോയിലെ ലാസ്റ്റ് ഈവനിങ് ആണ്. അപ്പോൾ ഒരു വണ്ടർഫുൾ ഈവനിങ്ങും കൂടെ ആയിരുന്നു. അപ്പോൾ ഷോപ്പിംഗ് കൂടെ കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു കംപ്ലീഷനിലേക്ക് എത്തിയത്. അപ്പോൾ നാളെ രാവിലെ ഞങ്ങൾ തിരിച്ച് ഫ്ലൈറ്റ് ബാക്കാണ്. അങ്ങനെ ഞങ്ങളുടെ ഈജിപ്റ്റ് ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. രാവിലെ തന്നെ ഡ്രൈവർ വന്ന് ഞങ്ങളെ കെയ്റോ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാണ്. ഡിപ്പാച്ചേഴ്സ് ഗേറ്റ് എന്താ പറയുക, സംടൈംസ് അത് പെയിനാന്ന് പറയും. പക്ഷേ എന്നാലും എന്നെ സംബന്ധിച്ച് ഏത് രാജ്യത്ത് പോയാലും തിരിച്ച് എൻ്റെ നാട്ടിലേക്ക്, ഇന്ത്യയിലേക്ക് വരുന്ന ഒരു ഫീല് ഡിഫറൻറ്റ് തന്നെയാണ്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ് എവിടെ പോയാലും. അങ്ങനെ കെയ്റോ ഡ്യൂട്ടി ഫ്രീയിലൊക്കെ ജസ്റ്റ് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ മേടിക്കാമെന്നൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ കറങ്ങുവാണ്. എപ്പോഴും എനിക്കൊരു ഡ്യൂട്ടി ഫ്രീ വീക്ക്നെസ് ഉണ്ട്.
അങ്ങനെ നമ്മുടെ ഒരു 11-12 ഡേയ്സിൻ്റെ ഈജിപ്റ്റ് ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ കെയറോയിൽ നിന്ന് അബുദാബി വന്നു. കണക്ഷൻ ഫ്ലൈറ്റാണ്. സോ അബുദാബിയിൽ ലേ ഓവർ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് പറക്കും. സോ നമ്മുടെ ഒരു 3 സീരീസ് ആയിട്ടുള്ള ഒരു ഈജിപ്റ്റ് വ്ളോഗായിരുന്നു ഇത്. ലക്ഷർ, ഷർമൽ ഷെയ്ഖ്, കെയറോ, അങ്ങനെ 3 പാർട്ടായിട്ട് ഞങ്ങളുടെ ഈജിപ്റ്റ് ട്രിപ്പിലെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ലാസ്റ്റായിട്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ടിപ്സ് പോലെ ഞാൻ പറയുന്നത്, ഒന്ന് ഞാൻ നിങ്ങളോട് ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ എല്ലാം കാർഡേ എടുക്കുകയുള്ളൂ. ഏത് ടൂറിസ്റ്റ് സ്പോട്സിൽ ചെന്നാലും ക്യാഷ് അക്സെപ്റ്റ് ചെയ്യില്ല, കാർഡ് മാത്രമായിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം, അവിടെ വളരെ കെയർഫുള്ളായിരിക്കേണ്ട, ഭയങ്കര സ്കാമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് വീഴും. അതായത് അവിടെ എല്ലാം ടിപ്പ് ബേസാണ് എല്ലാം. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് വീഴാൻ പോയി എന്ന് വിചാരിച്ചു, അപ്പോൾ ഒരാൾ പിടിച്ചു, അപ്പോൾ ഉടനെ ടിപ്പ് ചോദിക്കും. അതാണ് ആ കാര്യം. അത് അവരുടെ എല്ലാം ഡ്രൈവേഴ്സാണെങ്കിലും നമ്മളെവിടെയെങ്കിലും പോയാലും എല്ലാവർക്കും ടിപ്പ് ഒരു കമ്പൽസറി പോലെയാണ്. അപ്പോൾ ഓക്കെ, നമ്മൾ വിചാരിക്കും ഓക്കെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ എമൗണ്ട്, പക്ഷെ അവർ അത് കഴിയുമ്പോൾ ഡിമാൻഡ് ചെയ്യും. ഇപ്പോൾ നമ്മളൊരു ടൂറിസ്റ്റ് സ്പോട്ടിൽ ചെന്നിട്ട് അവരൊരു ഫോട്ടോ എടുത്ത് തരികയാണ് നമ്മുടെ, അപ്പോൾ ഉടനെ അവർ ടിപ്പ് ചോദിക്കും. അവർ ചോദിക്കുന്ന ടിപ്പ് എമൗണ്ട് നമ്മൾ കൊടുത്തില്ലെങ്കിൽ പിന്നെ വെറുതെ അവർ അഗ്രസീവ് ആവും. അങ്ങനെയുള്ള ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക. ഓരോടും നമ്മൾ ആരെടുത്തും ഒരു മിങ്കിൾ ചെയ്യാണ്ട് നമ്മൾ കാര്യങ്ങൾ നോക്കി നമ്മളങ്ങ് പോയാൽ മതി. ടിപ്പ് എന്ന് പറയുന്നത് അവിടെ ഒരു ഭയങ്കര സംഭവമാണ്. പിന്നെയുള്ള കാര്യങ്ങൾ, എവിടെയെങ്കിലും നമ്മൾ ലോക്കലി ട്രാവൽ ചെയ്യുവാണെങ്കിൽ ഊബറാണ് ബെസ്റ്റ്. വേറെ ആപ്പ് ബോൾട്ട് അങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷേ അവിടുന്ന് എനിക്ക് കിട്ടിയ സജഷൻസിൽ ഊബറായിരുന്നു. ഞങ്ങൾ ഒരിക്കൽ ഊബർ ട്രൈ ചെയ്തു, അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ. ഊബറിൽ എമൗണ്ട് ഈജിപ്തിന് എത്ര പൗണ്ടാന്നുള്ള ഷോ ചെയ്യും. അതായത് ഇപ്പം നിങ്ങൾ എവിടെയാണ് പോകുന്ന ആ ലൊക്കേഷൻ ഇടുക അതെല്ലാം. അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് സേഫ്റ്റി ആയിട്ട് പോവുകയാണെങ്കിൽ ഊബർ ചൂസ് ചെയ്യുക. പിന്നെ നമ്മൾ ഏത് പബ്ലിക് പ്ലേസിൽ പോയാലും വളരെ സൂക്ഷിക്കുക നിങ്ങളുടെ മൊബൈൽസ്, ബിലോങ്ങിങ്സ് എല്ലാം. കാരണം അവിടെ അങ്ങനത്തെ ക്രൗഡ് പ്ലേസിലൊക്കെ പോകുമ്പം പല ടൈപ്പ് ആൾക്കാരുണ്ട്. സോ അതൊക്കെ സ്നാച്ച് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അപ്പോൾ അതൊക്കെ വളരെ സൂക്ഷിക്കുക, സേഫായിട്ട് നടക്കുക. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ്. അയ്യോ, അതൊരു വലിയ പണിയാണ്. കാരണം ഇവിടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് അങ്ങനെ ആർക്കും അറിയത്തില്ല. ഈവൻ എസ് ഓർ നോ പോലും അറിയാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ സോ അതൊരു വലിയ ചലഞ്ചായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ ഞങ്ങളെല്ലാം ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ അറബിയാണ്, അവിടെ എല്ലാം അറബിക്കാണ് സംസാരിക്കുന്നത്. പക്ഷെ അറബിയുടെ ഒരു അറ്റം പോലും എനിക്ക് അറിഞ്ഞുകൂടാ, ഞങ്ങൾ രണ്ടുപേർക്കും അറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മൊത്തം അറബി ഇതായിരുന്നു. ഞങ്ങളെല്ലാം ഇംഗ്ലീഷിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇട്ട് അറബിയിലാണ് ഞങ്ങൾ ഡ്രൈവേഴ്സിനോടായാലും അവിടുത്തെ ലോക്കൽ ആൾക്കാരോടൊക്കെ സംസാരിച്ചത്. ഫുഡൊരു വലിയ പ്രശ്നം തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഇത്രയും ദിവസം. പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡ് ഇന്ത്യൻ ഫുഡില്ലാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് ദാല്, റൊട്ടി എന്നൊക്കെ പറയണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര പാടാണ്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഇല്ല എന്നല്ല, വളരെ ഫ്യൂ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ്. പക്ഷെ അത് ഞങ്ങൾ താമസിക്കുന്നതിന് ഒരു 20 കിലോമീറ്ററൊക്കെ ദൂരെയായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ട്രൈ ചെയ്യാൻ പോയില്ല. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് അവിടെ ഉണ്ട്. അപ്പോൾ കൂടുതലും ഞങ്ങൾ ഈജിപ്ഷ്യൻ ഫുഡ്, സോസേജ്, ചിക്കൻ സാലഡ്സ് അങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്തത്. ഫുഡൊക്കെ വളരെ നല്ല ടേസ്റ്റിയാണ്, നല്ല ഫുഡൊക്കെയാണ്. പക്ഷെ അത് നമ്മൾക്ക് ഇന്ത്യൻസിനെ സംബന്ധിച്ച് മസാലയില്ല, ഓയിലില്ല, അങ്ങനെയൊക്കെ വരുമ്പം അങ്ങനെ സോൾട്ട് പോലും അവർ ഇടത്തില്ല ഒന്നിലും ഓയിൽ. അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ. നമുക്ക് പുതിയ വ്ളോഗുമായിട്ട് കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ. സൈനിങ് ഓഫ് ഫ്രം ലീവ് ഫോർ ട്രാവലിംഗ്.